നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫൈനൽ വിസിൽ മുഴങ്ങിയതിന് ശേഷമാണ് വേൾഡ് കപ്പ് ജയിച്ചു എന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്തത്. കാരണം മെസ്സി അവിടെ ഗ്രൗണ്ടിലുണ്ട്. ഒരൊറ്റ ബോള് അദ്ദേഹത്തിന് കിട്ടിയാൽ കളി മാറുമെന്ന് എനിക്കറിയാമായിരുന്നു. പറയുന്ന ഫെറാൻ ടോറസാണ്. കളിയുടെ അവസാന നിമിഷങ്ങളിൽ മെസ്സിയെ തടയുക എന്നതായിരുന്നു തൻ്റെ ജോലി എന്നുകൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നു. വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കടന്നുപോയ ഇമോഷണലായിട്ടുള്ള രംഗങ്ങളിലൂടെ അദ്ദേഹം ഒരിക്കൽ കൂടി പോവുകയാണ്. അത് അദ്ദേഹം തുറന്നു പറയുകയാണ്. ആദ്യ മത്സരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൂയിസ് ദിലാഫിയോണ്ടയോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിമിഷങ്ങളിൽ ഞാനുണ്ടാകും ടീമിനെ രക്ഷിക്കാനെന്ന്. തീർച്ചയായിട്ടും ഞാൻ ടീം വിജയിച്ചു, വേൾഡ് കപ്പ് നേടി എന്ന് ഉറപ്പിച്ചത്, ഞാൻ വിശ്വസിച്ചത് ആ ഫൈനൽ വിസിൽ മുഴങ്ങിയ ശേഷമാണ്. ലിയോ മെസ്സി വാസ് ഓൺ ദി പിച്ച്. അതാണ് കാരണം. മെസ്സി അപ്പുറത്ത് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ അവസാന മിനിറ്റുകളിലുണ്ടല്ലോ, എൻ്റെ ഒരേ ഒരു റോൾ എന്ന് പറഞ്ഞാൽ മെസ്സിയെ തടയുക എന്നുള്ളതായിരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ദിസ് ഗായ് ഓൺലി നീഡ്സ് ടു ഗെറ്റ് ദി ബോൾ വൺസ്. ഒരേ ഒരു തവണ ബോൾ കിട്ടിയാൽ മതിയാവും ഇയാൾക്ക് കളി തിരിക്കാൻ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. തീർച്ചയായിട്ടും ഫൈനലിലെ ആ ഗോൾ ഉണ്ടല്ലോ, ഞാൻ ഒരു 100 തവണ ഷോട്ട് തീർത്താൽ 99 തവണയും മിസ്സാവേണ്ട ഒരു ഷോട്ടാണത്. പക്ഷേ വേൾഡ് കപ്പ് ഫൈനലാവുമ്പോൾ എനിക്കറിയാമായിരുന്നു അതെൻ്റെ നിമിഷമാണ് എന്ന്. 49 മില്യൺ പൗരന്മാരെ ഹാപ്പിയാക്കാൻ കഴിഞ്ഞല്ലോ. അത് എന്നെ വലിയ രൂപത്തിൽ അഭിമാനം കൊള്ളിക്കുന്നുണ്ട് എന്നുകൂടി ഫെറാൻ ടോറസ് പറയുന്നു. ഏതായാലും വേൾഡ് കപ്പ് ഹീറോ ഫെറാൻ ടോറസ് ഇനി ബാഴ്സലോണയിൽ ഇല്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാവുന്ന കാര്യം. PSG അദ്ദേഹത്തിനായിട്ട് ഒഫീഷ്യൽ ബിഡ് സമർപ്പിക്കുന്നു. അദ്ദേഹവും PSG ഓൾറെഡി പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തതാണ്. ഇനി ബാക്കി കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ തീരുമാനമാകുമെന്നാണ് ജെറാർഡ് റൊമേറോയെ പോലെയുള്ള സ്പാനിഷ് ഫുട്ബോൾ ട്രാൻസ്ഫർ എക്സ്പേർട്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.